കൊടുങ്കാടിനോട് ചേർന്ന് വന്യമൃഗങ്ങളോട് മല്ലടിച്ച് ജീവിക്കുന്ന ജനസമൂഹത്തെ പറ്റിയാണ് എൻ്റെ വാർത്തയിൽ ഇന്നാദ്യം. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയിലെ ജനജീവിതമാണ് ഭയപ്പാടിലൂടെ നീങ്ങുന്നത്. തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിലെ മേടപ്പാറയിൽ കഴിഞ്ഞ ദിവസം ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നതോടെയാണ് ഈ വിഷയം സജീവ ചർച്ചയാകുന്നത്. കടുവയും പുലിയും ഒപ്പം കാട്ടാനകളും പന്നികളും സ്വൈരവിഹാരം നടത്തുമ്പോൾ ഭയന്ന് വിറയ്ക്കുകയാണ് മലയോര മേഖല. രാത്രിയിൽ മാത്രമല്ല പട്ടാപ്പകൽ പോലും ഇറങ്ങി നടക്കുവാൻ മലയോര നിവാസികൾ മടിക്കുന്നു. ജീവൻ പണയം വെച്ചാണ് ഇവരുടെ ജീവിതം. ഞങ്ങൾ ഇവിടെ ലേബർ ലൈൻസിലുള്ളവരും പരിസരവാസികൾക്കൊക്കെ അതീവ ഭീതിയിലാണ്. കാരണം ഞങ്ങളുടെ ഒരു തൊഴിലാളികളുടെ വീട് മുറ്റത്ത് ES റജി എന്ന് പറയുന്ന ആടെ വീട് മുറ്റത്ത് രാത്രി 11 മണിക്ക് ശേഷം അടുക്കളയുടെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മോൻ കാണുകയും പേടിച്ച് പോവുകയും വിളിച്ചു പോയുകൊണ്ട് അത് പിന്നെ മാറിപ്പോവുകയൊക്കെ ചെയ്ത് അത് മൊത്തം ഈ പരിസരവാസികൾ മൊത്തം അതീവ ഭീതിയിലാണ്. കടുവയെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരികെ വീട്ടിൽ പോയതിനു ശേഷമാണ് 11 മണിക്ക് ES റജിയുടെ വീട്ടിൽ കടുവ കയറുന്നു. അത് കഴിഞ്ഞ് നാട്ടുകാരെ വിളിച്ചു, ഫോറസ്റ്റുകാരെല്ലാം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വെളുപ്പായപ്പോഴത്തേന് വന്നു. അതിന് ശേഷം ഞങ്ങൾ അവരെല്ലാം പോയി. ഇവിടെ വെളുപ്പിനെ വന്ന ക്യാനിങ്ങിൻ്റെ ഇവിടെ എല്ലാം കുളമ്പുണ്ട്. ഇവിടെ ഈ മണ്ണിനകത്ത് കുളമ്പുണ്ട്. മെയ് 7-ന് പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിലെ മേടപ്പാറ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊന്നതോടെ കോന്നി, റാന്നി മലയോര മേഖലകൾ ഭീതിയിലായി. തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയെ മേടപ്പാറ എസ്റ്റേറ്റ് കൂടാതെ സമീപത്തെ വീടിന്റെ അടുക്കള ഭാഗത്തും പ്ലാന്റേഷൻ കാന്റീന് സമീപവും പിന്നീട് അഞ്ചുകുഴി, കൂത്താടിമൺ ഭാഗങ്ങളിലും നാട്ടുകാർ കണ്ടിരുന്നു. കാരണം ഇത്രയും വലിയൊരു ഭീകര ജീവിയെ, ഈ നരഭോജിയായ കടുവയെ അതിനെ അതിപ്പോൾ അത് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിലാണോ എന്താണെന്ന് അറിയത്തില്ല. കാരണം ഭഗവാന്റെ ഒരു കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് എൻ്റെ മോനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇതിനെ കാണുമ്പോൾ ഞങ്ങളുടെ കാല് തെറ്റി ഒരു പാത്രം വാഷ് ബേസിന് വീണ് സൗണ്ട് കേട്ടപ്പോൾ ഇത് ഞങ്ങളെ ഒരു നോട്ടം നോക്കി. അത് എന്തുമാത്രമാണ് അതിൻ്റെ ഭീതി, ആ പേടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല. ഈ പ്ലാന്റേഷൻ കോർപ്പറേഷനകത്തെ കാടുകൾ വെട്ടിത്തെളിച്ച് തൊഴിലാളികൾക്ക് ജോലിയുള്ള അവസരം മാനേജ്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും വന്യജീവികളുടെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഇടപെടി വന്യജീവികളെ ഒഴിവാക്കാൻ മാറ്റിക്കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കണമെന്നാണ് പത്തനംതിട്ട പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാം. ജനങ്ങളുടെ ആശങ്ക വർദ്ധിച്ചതോടെ തെരച്ചിലും ഊർജിതമാക്കി. നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. വനംവകുപ്പിന്റെ സ്പെഷ്യൽ റാപ്പിഡ് ഫോഴ്സിനെ വിന്യസിച്ചതു കൂടാതെ ഡ്രോൺ ഉപയോഗിച്ചും ക്യാമറകൾ സ്ഥാപിച്ചും പരിശോധന നടത്തി. ഡ്രോണിൽ ഒരു വട്ടം തെളിഞ്ഞതല്ലാതെ പിന്നീട് കടുവയെ കണ്ടെത്താനായില്ല. വയനാട്ടിൽ നിന്ന് കുങ്കിയാനയും വന്ന് കാടിളക്കി പരിശോധിച്ചു. മയക്കുവെടി വയ്ക്കുവാൻ വിദഗ്ധരെയും എത്തിച്ചു. വനാതിർത്തിയോട് ചേർന്ന മേഖലകളായതിനാൽ കടുവ തിരിച്ചുപോയി കാണുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് റാന്നി വടശ്ശേരിക്കര പഞ്ചായത്തിലെ ചെമ്പോണിൽ കടുവയുടെ സാന്നിധ്യമുണ്ടായത്. പിന്നീട് മണിയാർ, പേഴുംപാറ, കട്ടച്ചിറ, അരീക്കാവ് തുടങ്ങിയ ഭാഗങ്ങളിലും കടുവയെ കണ്ടതോടെ നാട്ടുകാരുടെ ഭീതി വർദ്ധിച്ചു. എന്നാൽ സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ് പരിശോധന നടത്തിയിട്ടും കടുവയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ പരിശോധനയ്ക്കും തടസ്സം നേരിട്ടു. കുങ്കിയാനയും മടങ്ങി. ഒരു കാട് അനങ്ങുന്ന ചലനം കണ്ടുകൊണ്ട് ഞാൻ അതിനെ ശ്രദ്ധിച്ചു. പട്ടിയല്ലെന്ന് മനസ്സിലായി. പിന്നെ വീട്ടിൽ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി കടുവ തന്നെയാണെന്ന് മനസ്സിലായി. കടുവയെ കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ടെങ്കിലും ഇതുവരെയും കടുവയെ കണ്ടെത്താൻ ആയിട്ടില്ല. സന്ധ്യാസമയം കഴിഞ്ഞാൽ ആളുകൾക്ക് പുറത്തിറങ്ങുന്നതിന് തന്നെ ഭയമായിരിക്കുന്നു. കടുവയ്ക്ക് പിന്നാലെ പുലി സാന്നിധ്യമാണ് ഇപ്പോൾ മലയോര മേഖലകളിൽ ഭീതി പരത്തുന്നത്. തണ്ണിത്തോട്, മൂഴി, ഇലവുങ്കൽ, മേടപ്പാറ, കരിമാന്തോട് തുടങ്ങിയ വനാതിർത്തിയോട് ചേർന്ന ജനവാസ മേഖലകളിൽ പുലി ഇറങ്ങുക പതിവായി. പശുക്കളെയും ആടുകളെയും നായ്ക്കളെയും പുലി പിടിക്കുക പതിവായിരിക്കുന്നു. ആനയും പുലിയും പോരാത്തതിന് കാട്ടാന ശല്യവും രൂക്ഷമാണ്. മഴക്കാലമായതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ
വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നു. കോന്നി മേഖലയോട് ചേർന്ന് കിടക്കുന്ന അതമ്പംകുളം, ആവോലിക്കുഴി, കാക്കര, ഞള്ളൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ കാട്ടാന കൂട്ടമായെത്തി നാശനഷ്ടം ഉണ്ടാക്കുക പതിവാണ്. ഒപ്പം പന്നികളും. ഇതെല്ലാം അതിജീവിച്ചാണ് പത്തനംതിട്ട ജില്ലയിലെ മലയോര നിവാസികളുടെ ജീവിതം. പൈനാപ്പിളിനുള്ളിൽ മനുഷ്യൻ ഒളിപ്പിച്ച പടക്കം പൊട്ടി വായ തകർന്ന് ചരിഞ്ഞ പാലക്കാട്ടെ ഗർഭിണിയായ കാട്ടാനയുടെ ദൃശ്യം നമ്മൾ മറന്നുപോകരുത്. അതേപോലെ കടുവ ജീവനെടുത്ത തണ്ണിത്തോട്ടിലെ ടാപ്പിംഗ് തൊഴിലാളിയുടെ കുടുംബത്തെയും. മറ്റൊരു പരിസ്ഥിതി ദിനം കൂടി കടന്നു പോകുമ്പോൾ ഇത്തരം സമസ്യകൾക്ക് ഉത്തരം തേടിയേ മതിയാകും.